നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഞാനൊരു നല്ല സായാഹ്നം ആശംസിക്കുകയാണ്. അപ്പോൾ വാർത്തകൾ നിരവധിയുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കും ഒക്കെ കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പനയിൽ വിവാദം കനക്കുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശനെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷം ആരോപണം കടുപ്പിച്ചതോടെ മുഖ്യമന്ത്രിയുടെ തുടർ നടപടി എന്ത് എന്ന് ഉറ്റുനോക്കുകയാണ് എല്ലാവരും. കരാർ ലംഘനം ഉണ്ടായിട്ടില്ല എന്നും നടപടിക്രമങ്ങൾ പാലിക്കുന്നുണ്ടെന്നുമാണ് അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത്. എന്നാൽ സർക്കാരിനെ ഇരുട്ടിൽ നിർത്തി തീരുമാനമെടുത്തു എന്നതാണ് ഉയരുന്ന ആരോപണം. സർക്കാരിന് മുൻപിൽ രണ്ട് വഴികളാണ്. നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിച്ച് മുന്നോട്ടു പോകാം, അല്ലെങ്കിൽ അനുനയത്തിന്റെ പാത സ്വീകരിക്കാം. മംഗലാപുരം യാത്രയുമായി കൂട്ടിക്കെട്ടി മുഖ്യമന്ത്രി അറിഞ്ഞുള്ള ഡീലെന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണത്തെക്കാളും വി ഡി സതീശന് വെല്ലുവിളി ഉയർത്തുന്നത് പാർട്ടിക്കകത്തെ നീക്കമാണ്. അദാനിയോടുള്ള നിലപാടിൽ കോൺഗ്രസിൽ ഭിന്നത ഉടലെടുക്കുകയും കടുത്ത നടപടി വേണമെന്ന് കെ സി പക്ഷം നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ ആ കുരുക്കിൽ നിന്ന് വി ഡി സതീശൻ എങ്ങനെ പുറത്തു കടക്കും എന്നാണ് അറിയേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ സംഭവിക്കുന്നതെന്ന് നോക്കിയാൽ, വിഴിഞ്ഞം തുറമുഖ ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാനുള്ള അദാനി ഗ്രൂപ്പ് തീരുമാനം സംസ്ഥാന സർക്കാരുമായുള്ള കരാറിന്റെ ലംഘനമാണ്. 2015 കരാർ പ്രകാരം പ്രവർത്തന സജ്ജമായി ഒരു വർഷത്തിനു ശേഷം 74% ഓഹരി മറ്റൊരു കമ്പനിക്ക് കൈമാറാമെങ്കിലും അതിന് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങണം. എന്നാൽ MSCയുമായുള്ള ഓഹരി പങ്കാളിത്തത്തിന് അനുമതി തേടി ജൂലൈ 1 അദാനി ഗ്രൂപ്പ് സംസ്ഥാന തുറമുഖ വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. തുറമുഖ നടത്തിപ്പിന് MSCയുടെ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡുമായി ജൂൺ 29 കരാറുണ്ടാക്കിയിട്ടുണ്ടെന്നും അതിന് അനുമതി നൽകണമെന്നുമായിരുന്നു ഈ കത്തിലെ ആവശ്യം. മുൻകൂർ അനുമതി വാങ്ങാതെ കമ്പനി നടത്തിയ ഈ നീക്കമാണ് വിവാദമായിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് അനുമതി തേടിയില്ല എന്നത് മുഖ്യമന്ത്രി തന്നെ സഭയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഓഹരി കൈമാറ്റം നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപണം കടുപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനെ ലക്ഷ്യമിട്ട് CPM സംസ്ഥാന സെക്രട്ടറിയും നേതാക്കളും രംഗത്തെത്തി. ഇതിന് പിന്നാലെ സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയതിൽ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് മാനേജ്മെന്റിന് മുഖ്യമന്ത്രി ഇന്നലെ അതൃപ്തി അറിയിച്ചു. സർക്കാരിനെ അറിയിക്കുകയോ സർക്കാരുമായി കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൽ 49% ഓഹരി പങ്കാളിത്തത്തോടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നിക്ഷേപം നടത്തുന്നതെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാന സർക്കാരുമായി ഉണ്ടാക്കിയ കൺസെഷൻ പ്രകാരം സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ കൺസെഷനെയറുടെ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ. കൺസെഷൻ കരാറിലെ ബാധകമായ വ്യവസ്ഥകളും മറ്റു നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ സർക്കാർ തുടർ നിലപാട് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി കത്തിലൂടെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ താൽപര്യം പൂർണ്ണമായും സംരക്ഷിച്ച് വിഴിഞ്ഞം തുറമുഖത്തെ ആഗോളതലത്തിൽ മത്സരക്ഷമമായ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എന്ന നിലയിൽ അതിന്റെ പൂർണ്ണ സാധ്യതകൾ കൈവരിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി എന്താണ് സർക്കാരിന് മുന്നിലുള്ള വഴി? സർക്കാരിന് മുന്നിൽ രണ്ട് വഴികൾ. ഒന്ന്, ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാം. ഓഹരി കൈമാറ്റത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാം, അല്ലെങ്കിൽ അനുനയത്തിന്റെ പാത സ്വീകരിക്കാം. അദാനി വിഴിഞ്ഞം പോർട്ടിന്റെ നടപടി കരാർ ലംഘനമായി സർക്കാർ അംഗീകരിച്ചാൽ കരാർ റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നിയമപരമായ മാർഗങ്ങളാണ് മുന്നിലുള്ളത്. കരാർ പ്രകാരം നിശ്ചയിച്ച സമയത്ത് തുറമുഖത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിക്കാത്തതിന്റെ പേരിൽ 2024 LDF സർക്കാർ അദാനിക്കെതിരെ കരാർ ലംഘനത്തിന് നോട്ടീസ് അയച്ചിരുന്നു. തങ്ങളുടേതല്ലാത്ത കാരണത്താലാണ് വൈകിയതെന്ന് കാണിച്ച് സർക്കാരിനെതിരെ ആർബിട്രേഷൻ നടപടിക്ക് മുതിരുകയാണ് ആ ഘട്ടത്തിൽ അദാനി ചെയ്തത്. പിന്നീട് ഇരു കൂട്ടരുമായി ഒത്തുതീർപ്പിലെത്തി ആർബിട്രേഷൻ നടപടികൾ പിൻവലിച്ചു. പൂർത്തീകരണ തീയതി ദീർഘിപ്പിച്ചു നൽകിയും പിഴ ഒഴിവാക്കിയും സപ്ലിമെന്ററി കരാർ വയ്ക്കുകയും ചെയ്തു. ഇവിടെ അന്തിമ കരാറിലേക്ക് എത്തിയിട്ടില്ലെന്നും പ്രാഥമിക കരാറാണ് MSCയുമായി ഉണ്ടായിട്ടുള്ളത് എന്നുമാണ് അദാനി ഗ്രൂപ്പിന്റെ വിശദീകരണം. സർക്കാരിന്റെ മുൻകൂർ അനുമതി തേടേണ്ടത് അന്തിമ കരാറിന് മുൻപാണെന്നും അത് തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുമാണ് കമ്പനിയുടെ വാദം. നിലവിൽ ഓഹരി കൈമാറ്റത്തിനുള്ള അദാനിയുടെ അപേക്ഷ സർക്കാരിന് മുൻപിലുണ്ട്. ഓഹരി കൈമാറ്റം ഇതുവരെ നടന്നിട്ടില്ല എന്നതിനാൽ
സാങ്കേതികത്വത്തിന്റെ പേരിൽ കടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയേക്കില്ല ചിലപ്പോൾ. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയാണ് പ്രാഥമിക പരിശോധന നടത്തി ശുപാർശ നൽകേണ്ടത്. MSC കമ്പനിക്ക് കീഴിലെ TIL-ലുമായി പ്രാഥമിക കരാർ വെക്കാനിടയായ സാഹചര്യം സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ അദാനി പോർട്സിന് അവസരം നൽകുന്നതിനൊപ്പം കരാർ ലംഘനമുണ്ടായോ എന്നതിൽ സർക്കാർ വിദഗ്ധ പരിശോധനയും നടത്തിയേക്കും. ഒപ്പം നിയമോപദേശവും തേടും. എന്നാൽ പ്രതിപക്ഷ ആരോപണങ്ങളെക്കാൾ മുഖ്യമന്ത്രി VD സതീശന് വെല്ലുവിളി ഉയർത്തുന്നത് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിയോജിപ്പുകളാണ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ അദാനിയോടുള്ള നിലപാടിൽ കോൺഗ്രസിൽ കടുത്ത ഭിന്നതയാണ്. കടുത്ത നടപടി വേണമെന്നാണ് KC പക്ഷത്തിന്റെ അഭിപ്രായം. കേരളം ഭരിക്കുന്നത് BJP സർക്കാരല്ല എന്ന് KC ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അദാനിക്കുള്ള മറുപടിയാണെങ്കിലും ഉന്നം VD സതീശനാണ്. ആ വാക്കുകളൊന്ന് കേൾക്കാം. അദാനിയല്ലേ വ്യക്തമാക്കേണ്ടത്. അദാനിക്ക് എന്ത് അധികാരമാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? ഞാൻ കണ്ടപ്പോൾ എനിക്ക് വിചിത്രമായി തോന്നി. വിഴിഞ്ഞം കരാർ അനുസരിച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഇത്തരം കരാറുകൾ ഏർപ്പെടുത്താൻ അവകാശമില്ലാത്ത നിലക്ക് എങ്ങനെ മറ്റൊരു വലിയ ബഹിരാഷ്ട്ര കമ്പനിയുമായിട്ട് 49% ഓഹരി കൊടുക്കാൻ വേണ്ടി കരാറായി? ഞാൻ അന്വേഷിച്ചപ്പോൾ അതിന് സെബിയുടെ പെർമിഷനും കൂടെ വാങ്ങിക്കാനുള്ള നടപടി എടുക്കുന്ന പറഞ്ഞു. അതിന് മറുപടി പറയേണ്ട അദാനിയാണ്. അദാനി എന്താ സൂപ്പർ ഗവൺമെൻറ്റാണ്. കേരള സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നതാണോ അവർ വിചാരിക്കുന്നത്? ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പറാണ്. അദാനിയുടെ തീരുമാനമാണ് നടപ്പിലാവുക. വേറെ ആരുടെ തീരുമാനം നടപ്പിലാവില്ല. അവർ തീരുമാനിക്കും. അതുപോലെയാണെന്ന് അദാനി ധരിച്ചിട്ടുണ്ടോ? അദാനിയാണ് അതിന് മറുപടി പറയേണ്ടത്. അതെ, സർക്കാരിൻ്റെ തീരുമാനം സർക്കാരിൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങളാരും അറിയില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയാറ്, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഞങ്ങളെ അറിയിക്കാതെയാണ് അദാനി ചെയ്തിരിക്കുന്നത് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത് മുഖവിലക്കെടുത്തിട്ടാണ് പറയുന്നത്. അങ്ങനെ പറയാൻ അദാനിക്ക് എന്ത് അവകാശമാണ് ഉള്ളതെന്ന് അങ്ങനെ എടുക്കാൻ? അദാനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? കുറുക്ക് വഴിയിലൂടെ അല്ലല്ലോ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നേടേണ്ടത്, നേരായ വഴിയിലൂടെയല്ലേ. മുഖ്യമന്ത്രിയെ മുഖവിലക്കെടുക്കുന്നു എന്ന് പറയുകയും ഒപ്പം അദാനിയാണ് മറുപടി പറയേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ലക്ഷ്യം VD സതീശനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ വിഷയത്തിൽ തുടക്കത്തിൽ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് മുഖ്യമന്ത്രിയാണ് എന്നാണ് VD സതീശനെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നത്. MSC അദാനി കരാർ കൈമാറ്റത്തിന് സർക്കാരിന്റെ അനുമതി വേണമെന്നായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞത്. കരാർ കൈമാറ്റത്തിന് ഇതുവരെ അദാനി ഗ്രൂപ്പ് അനുമതി തേടിയിട്ടില്ലെന്നും ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിന് ആശങ്കയുണ്ടെന്നും VD സതീശൻ സഭയിൽ പറഞ്ഞിരുന്നു. ആശങ്കയറിയിച്ച് അദാനി ഗ്രൂപ്പിന് കത്ത് നൽകി. മാത്രവുമല്ല, ദേശീയ സുരക്ഷ, പൊതു താൽപര്യം എന്നിവ സംരക്ഷിക്കുമെന്നതുൾപ്പെടെ 5 ഉറപ്പുകൾ സഭയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് VD സതീശൻ പക്ഷം ചൂണ്ടിക്കാട്ടുന്നു. KC പക്ഷം നിലപാട് കടുപ്പിക്കുമ്പോഴും KPCC അധ്യക്ഷൻ പുറമേക്ക് പറഞ്ഞ കാര്യങ്ങൾ VDക്ക് അനുകൂലമാണ്. വിഴിഞ്ഞം വിഷയത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ സഭയിൽ വ്യക്തമാക്കിയതാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറയുന്നു. സർക്കാരിന്റെ അനുമതിയില്ലാതെ ഓഹരി കച്ചവടം പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. കരാറിൽ പോരായ്മയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് CM ഉറപ്പു നൽകിയതാണെന്നും സണ്ണി ജോസഫ് പറയുന്നു. ഒപ്പം മുഖ്യമന്ത്രി ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ വ്യക്തമായ മറുപടി പറഞ്ഞുവെന്ന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറയുന്നതും VD സതീശന് ആശ്വാസമാണ്. മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് നിയമസഭയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് നയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ പ്രതിപക്ഷത്തിനും ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറയുന്നത്. ഇല്ല, മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സർക്കാരിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അങ്ങനെ ഒരു ഏർപ്പാട് പാടില്ല എന്ന് കൃത്യമായിട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ സഭയിലാണല്ലോ ഉറപ്പ് നൽകിയത്. അതാണ് അവസാനത്തെ വാക്ക്. നിയമസഭയിൽ മുഖ്യമന്ത്രി ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻ ഞങ്ങൾക്കിപ്പോൾ വന്നേ ഉള്ളൂ. ഞങ്ങളോട് ഔദ്യോഗികമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ക്ലിയർ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ ഗുണമാണോ ദോഷമാണോ, അതല്ല അത് രാജ്യരക്ഷയ്ക്ക് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, അതല്ല ഇത് ഈ കരാറിൽ ഉണ്ട് എന്നവർ പറയുന്നുണ്ട്, അതുണ്ടോ ഇല്ലേ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്ന് ഫ്ലോറിൽ
ക്ലിയറായിട്ട് ഈ വിഷയം വന്നപ്പോൾ തന്നെ പുതിയ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഇതിനോടൊപ്പം പഴയ മുഖ്യമന്ത്രിക്ക്, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് തങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം, കരാറിൽ എന്തൊക്കെയാണുള്ളതെന്ന് അവർക്കല്ലേ കൂടുതൽ അറിയാവൂ എന്നും PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ആരോപണമുന പ്രതിപക്ഷത്തേക്ക് തിരിക്കാനാണ്. എന്തായാലും പ്രതിപക്ഷ ആരോപണങ്ങളെക്കാൾ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള നീക്കങ്ങളാണ് VD സതീശന് വെല്ലുവിളി ഉയർത്തുന്നത് എന്നത് സൂചിപ്പിച്ചുവല്ലോ. PM ശ്രീയിലും മദ്യനികുതിയിലും വിവാദ നിയമനങ്ങളിലും തുടങ്ങി ഭിന്നത വിഴിഞ്ഞ മോഹരി കൈമാറ്റത്തിൽ വരെ എത്തി നിൽക്കുകയാണ്. ശക്തമായ എതിർപ്പാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയരുന്നത്. KC വേണുഗോപാലും അദ്ദേഹത്തിന്റെ പക്ഷവും പ്രതിപക്ഷത്തേക്കാൾ ജാഗ്രതയോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നത്. ധനനിയമ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഏകപക്ഷീയമായി കൂടിയാലോചനയില്ലാതെ പാർട്ടിയെ ഇരുട്ടിൽ നിർത്തി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതാണ് വിമർശനം. പിണറായിക്കെതിരെ ഉയർന്ന ഏകാധിപതി എന്ന ആരോപണം ഒറ്റ മാസം പിന്നിടുമ്പോൾ തന്നെ VD സതീശനെതിരെ ഉയരുന്നു. അവിടെ മദ്യനികുതിയിൽ ഉടക്കിയ KCയുടെ വിശ്വസ്തനായ M ലിജുവിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. കോൺഗ്രസ് പാർട്ടിയിൽ ഏകഛത്രാധിപതികളില്ലെന്ന് മന്ത്രി M ലിജു പറയുകയാണ്. യെസ് ബോസ് കൾച്ചർ തങ്ങളുടെ പാർട്ടിക്കില്ല. CPMനെ പോലെയല്ല കോൺഗ്രസ്. പിണറായി വിജയൻ പറഞ്ഞാൽ എതിരില്ലാത്തതുപോലെയല്ല. മഹാത്മാഗാന്ധിയെ മത്സരിച്ച് തോൽപ്പിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നും M ലിജു പറയുന്നു. ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMനെ പോലാണോ? CPM എന്നിട്ട് പറഞ്ഞ പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതല്ല കേട്ടോ. അദ്ദേഹം പറയുന്നതിനപ്പുറത്ത് മറ്റൊന്നും നിലവിലില്ല എന്ന് കരുതുന്ന ഒരു പാർട്ടിയല്ല ഞങ്ങളുടേത്. ഞങ്ങളുടെ പാർട്ടിയിൽ ഏകഛത്രപതികളില്ല. ജവഹർലാൽ നെഹ്റുവിനോട് വാട്ട് അബൌട്ട് ആനന്ദഭവൻ എന്ന് ചോദിച്ച ഒരു പാർട്ടിയാണിത്. മഹാത്മാഗാന്ധിയുടെ AICC പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി AICC പ്രസിഡന്റ് ആക്കിയ ഒരു പ്രസ്ഥാനം പിന്നെ ഞങ്ങളുടെ പാർട്ടി. അപ്പോൾ പിന്നെ എസ് ബോസ് കൾച്ചർ അല്ലല്ലോ ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഏകാധിപത്യം അനുവദിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് KCയും ലിജുവും ഒക്കെ നൽകുന്നത്. KC വേണുഗോപാലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും പ്രതിപക്ഷത്തെക്കാൾ ജാഗ്രതയോടെ മുഖ്യമന്ത്രിയുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുകയാണ്. മദ്യനികുതിയിൽ ഉൾപ്പെടെ വിമർശനങ്ങൾ തള്ളി നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന മുഖ്യമന്ത്രിയെയാണ് കണ്ടത്. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ തന്നെ മുഖ്യശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ള അദാനി കുരുക്കിൽ നിന്ന് VD സതീശൻ എങ്ങനെ പുറത്തുകടക്കുമെന്നാണ് അറിയേണ്ടത്. കടുത്ത നടപടിയോ അനുനയ നീക്കമോ? കാത്തിരുന്ന് കാണാം. താരസംഘടനയായ അമ്മയിലെ അഡ്ഹോക് കമ്മിറ്റി നിയമനത്തിനെതിരെ മുൻ ഭരണസമിതി. അഡ്ഹോക് കമ്മിറ്റിക്ക് നിയമസാധുതയില്ലെന്ന് കാട്ടി കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. മുൻ ഭാരവാഹികൾ ഓൺലൈൻ യോഗം ചേർന്നാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. അമ്മ ജനറൽ ബോഡിയിൽ തന്നെ അപമാനിച്ചതിന് തെളിവുകളുണ്ടെന്ന് ശ്വേതാ മേനോൻ പറയുന്നു. ഒരു സ്ത്രീയെ 7 മണിക്കൂറോളം സ്റ്റേജിൽ നിർത്തി അശ്ലീല വാക്കുകൾ പറഞ്ഞു. സ്ത്രീകൾക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു സ്ഥാപനമായി അമ്മ മാറിയെന്നും ആരോപിക്കുന്നു. സംഘടനയെ ഓർത്താണ് ഇത്രയും ദിവസം മിണ്ടാതെ ഇരുന്നതെന്നും ശ്വേതാ മേനോൻ പറയുന്നു. അതിനിടെ സ്ത്രീകൾ അധികാരത്തിലേക്ക് വന്നപ്പോൾ സംഘടന കുളമായി എന്ന പ്രതീതിയാണ് ഉണ്ടായതെന്ന് രമേശ് പിഷാരടി മറുപടി പറയുന്നുണ്ട്. ഇനിയും ഒരവസരം തരാനാവില്ല. തനിക്ക് രാജിവെക്കാൻ അധികാരമുണ്ട്, പക്ഷേ അധികാര കൈമാറ്റം ചെയ്യാൻ അധികാരമില്ല എന്നും രമേശ് പിഷാരടി പറയുന്നു. ശ്വേതാ മേനോനെതിരെ നടി ഉഷാ ഹസീനയും ഇന്ന് രംഗത്തെത്തി. സ്ഥാനമൊഴിയാതെ കടിച്ചു തൂങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ സംഘടനയിലെ സ്ത്രീകൾ സംഘടിച്ച് താരസംഘടനയുടെ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തും എന്നതാണ് ഉഷാ ഹസീനയുടെ ഫേസ്ബുക്ക് കുറിപ്പിലെ ഭീഷണി. അമ്മ സംഘടനയിൽ നിന്നുള്ള രാജി 2 മാസം മുന്നേ സമർപ്പിച്ചതെന്ന് ജോയ് മാത്യുവും പറയുന്നുണ്ട്. ഭരണസമിതിക്ക് ശരിയായ രീതിയിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഭൂരിപക്ഷ അഭിപ്രായം മിക്കവാറും മണ്ടത്തരങ്ങളാകും. ഒരു സ്ത്രീ നേതൃത്വത്തിൽ വന്നതുകൊണ്ട് കാര്യമില്ല എന്നും ജോയ് മാത്യു പറഞ്ഞു. നടൻ ജോയ് മാത്യു പ്രസിഡന്റിന് കൈമാറിയ കത്തിൽ ഭരണസമിതിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണുള്ളത്. പൊതുജനങ്ങളുടെ മുന്നിൽ അമ്മ അപഹാസ്യരായതിന്റെ പ്രധാന കാരണം ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് എന്നതാണ് ജോയ് മാത്യുവിന്റെ കുറ്റപ്പെടുത്തൽ. ഭരണസമിതിയിലെത്തിയവരുടെ ചെറിയ ഈഗോയും വലിയ അധികാരക്കൊതിയും കാരണം സംഘടന നിത്യേനയൊന്നോണം പരിഹാസ്യമായി. സംഘടന ചിരിക്കാനുള്ള വകയായി മാറിയെന്നും ജോയ് മാത്യു ഈ കത്തിൽ കുറ്റപ്പെടുത്തി. അപ്പോൾ അത് വളരെ നേരത്തെ തന്നെ കത്താണ് എന്നത് വ്യക്തമാകുന്നു. ഇന്ന് കൂടുതൽ വിശദീകരണമായി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഒപ്പം
രാജിവെക്കുന്നു എന്ന് പറഞ്ഞ ശ്വേത ഇനി നിയമ നടപടികളിലേക്കാണ്. ഭരണസമിതി ഒന്നാകെ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ താരസംഘടനയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? തമ്മിലടി ഇപ്പോൾ നിയമയുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം നവമി ദിനേശ് ചേരുകയാണ്. നവമി, എന്താണ് ഈ താരസംഘടനയിൽ നടക്കുന്നത്? ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് രണ്ട് പക്ഷവും നടത്തുന്നത്? നിയമ നടപടികൾ എന്നത് ശ്വേതാ മേനോൻ ഉറപ്പിക്കുകയാണോ? സ്ത്രീകൾക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി അമ്മ മാറിയെന്നാണ് ശ്വേതാ മേനോനും പിഷാരടിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ശ്വേതാ മേനോൻ പറയുന്നത്. ജനറൽ ബോഡിയിൽ അപമാനിച്ചതിൽ തെളിവുകൾ ഉണ്ടെന്ന് ശ്വേതാ മേനോൻ പിഷാരടിയോട് പറയുന്നു. ഒരു സ്ത്രീയെ 7 മണിക്കൂറോളം സ്റ്റേജിൽ നിർത്തി അശ്ലീല വാക്കുകൾ പറഞ്ഞു. അത് സിദ്ദിഖിനെയും ബാബുരാജ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ശ്വേതാ മേനോൻ സംസാരിക്കുന്നത്. കണക്കുകൾ അവതരിപ്പിക്കുവാൻ അനുവദിച്ചില്ല. മീറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ബാബുരാജ് ബഹളമുണ്ടാക്കി. പല സ്ത്രീകളും തന്നെ വിളിച്ച് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, തങ്ങൾക്ക് ഒന്നും പറയാൻ സാധിച്ചിരുന്നില്ല എന്നുകൂടി ശ്വേതാ മേനോനോട് പറഞ്ഞതായും ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തങ്ങൾക്ക് വേണ്ടി പിന്തുണ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തങ്ങളെ പിന്തുണച്ചവരെ സംസാരിക്കാൻ പോലും ബാബുരാജും സിദ്ദിഖും അടക്കമുള്ളവർ സമ്മതിച്ചില്ല. ഈ കണക്കുകൾ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ കണക്കുകളെല്ലാം തന്നെ അംഗങ്ങൾക്ക് മുന്നിലേക്ക് നൽകുന്നതിന് വേണ്ടി 43 ദിവസത്തെ സമയം ആവശ്യപ്പെട്ടു. മോഹൻലാൽ അടക്കം ആ സമയം നൽകാൻ പറഞ്ഞിരുന്നു. പക്ഷേ സിദ്ദിഖ് ഇടപെട്ടാണ് അങ്ങനെ സമയം കൊടുക്കണ്ട എന്ന് പറഞ്ഞത്. എന്തിനാണ് ഒരു കൂട്ടം കുറ്റാരോപിതർ മാത്രം ഇത്രയും വലിയ ബഹളം അമ്മ ജനറൽ ബോഡിയിൽ ഉണ്ടാക്കിയതെന്ന് കൂടി ശ്വേതാ മേനോൻ പിഷാരടിയോട് ചോദിക്കുന്നുണ്ട്. എന്തായാലും സ്ത്രീകൾ വന്നപ്പോൾ സംഘടന കുളമാക്കി എന്ന പ്രതീതിയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്നതെന്നാണ് പിഷാരടി ശ്വേതാ മേനോനോട് പറയുന്നത്. എന്തായാലും കണക്കുകളെല്ലാം തങ്ങൾ കൃത്യമായും വെക്കും. ഇങ്ങനെ ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അനുവാദം അത് ജനറൽ ബോഡിക്കില്ല. ബൈലോയിൽ അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തങ്ങൾ തന്നെ അഡ്ഹോക് കമ്മിറ്റിയായി തുടരുകയാണ് വേണ്ടത്. അതാണ് കീഴ്വഴക്കം. മോഹൻലാൽ സംഘടനയിൽ നിന്ന് മാറിയപ്പോഴും അങ്ങനെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്? അതെന്തുകൊണ്ടാണ് രണ്ടുപേർക്കും രണ്ട് നീതി എന്ന് കൂടി ശ്വേതാ മേനോൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ കുറച്ച് കുറ്റാരോപിതരായ ആൾക്കാർ മാത്രം ഒച്ചമ്പിളി ഉണ്ടാക്കിയത്? പിന്നെ കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി പറഞ്ഞപ്പോ അങ്കിളുടെ കയ്യിൽ നിന്ന് മൈക്ക് എന്തിനാണ് സിദ്ദിഖ വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാ അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആന്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വലിച്ചത്? മറ്റേ എത്രയോ, ഞാൻ ഇനി എത്ര കാണിക്കണം, എത്രയോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതെന്താണെന്നറിയോ ശരി, ഇതെല്ലാം ചെയ്ത് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഉത്തരം അറിയാവുന്നതോ പറയാവുന്നതോ അല്ല. ഞാൻ പിഷുവിനോട് ഞാൻ പറഞ്ഞു തീർന്നില്ല. ഉത്തരം പറയാറില്ല, അല്ലെങ്കിൽ അറിഞ്ഞ നടന്നത് തെറ്റാണ്. അത് നടന്നത് തെറ്റാണ്, ഞാൻ സമ്മതിച്ചു. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് അത് ശ്രദ്ധിക്ക് മേടിച്ചു, എന്തുകൊണ്ട് ബാബുരാജ് പറഞ്ഞു, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ ഇവര് നമ്മുടെ കഴിഞ്ഞ കമ്മിറ്റിയെ പറ്റി ഇതുപോലൊരു 15 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിനിടയിൽ നടി ഉഷ ഹസീന ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തി. ശ്വേതാ മേനോന് താക്കീത് നൽകിക്കൊണ്ടാണ് ഉഷ ഹസീനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇനിയും ഈ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ അല്ലെങ്കിൽ സംഘടനയിൽ കടിച്ചു തൂങ്ങി നിൽക്കാനാണ് തീരുമാനമെങ്കിൽ സ്ത്രീകൾ എല്ലാവരും ചേർന്ന് സംഘടനയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തുമെന്നുകൂടി ഉഷ ഹസീന പറയുന്നുണ്ട്. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ശ്വേതാ മേനോന്റെ കമ്മിറ്റി മുന്നോട്ട് പോയത്. ഇതിൽ വലിയ എതിർപ്പാണ് ജനറൽ ബോഡിക്ക് മൊത്തത്തിലുണ്ടായിരുന്നത്. അവരെല്ലാവരും ചേർന്നെടുത്ത തീരുമാനമാണ് ഇത് എന്നുകൂടിയാണ് ഉഷ ഹസീന വ്യക്തമാക്കുന്നത്. എന്തായാലും താരസംഘടനയായ അമ്മയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. വീണ്ടും കോടതിയിലേക്ക് ഒരു നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാനാണ് നടി ശ്വേതാ മേനോനും മറ്റു ഭാരവാഹികളും തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടെ ജയൻ ചേർത്തല, കൈലാഷ് അടക്കമുള്ളവർ ഇന്നലെ രാത്രിയോട്, ജോയി മാത്യു അടക്കമുള്ളവർ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ രാജിക്കത്ത് കൈമാറുകയും ചെയ്തു. എന്തൊക്കെയാണ് താരസംഘടനയിൽ നടക്കുന്നത് എന്നത് വ്യക്തമാകുന്നില്ല. നേരത്തെ ശ്വേതയെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടായിരുന്നു ജോയ് മാത്യുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അന്ന് ജനറൽ ബോഡി യോഗത്തിന് ശേഷം പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് അതായിരുന്നു മനസ്സിലായത്. പക്ഷേ ഇന്ന് വളരെ ഗുരുതരമായ വിമർശനങ്ങൾ ഈ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ജോയ് മാത്യു ഉയർത്തുന്നുണ്ട്. ആദ്യം ഈ രാജിക്കത്തിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ അതിശക്തമായ വിമർശനം ഭരണസമിതിക്കെതിരെയുണ്ട്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടുകൂടി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അത് രാജി 2 മാസം മുന്നേ സമർപ്പിച്ചതാണ് എന്നതൊക്കെ ഈ കാര്യങ്ങളിൽ വിശദീകരണമായി ജോയ് മാത്യു പറയുന്നുണ്ട്.
ഭരണസമിതിക്ക് ശരിയായ രീതിയിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഭൂരിപക്ഷ അഭിപ്രായം മിക്കവാറും മണ്ടത്തരങ്ങളാകും. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഒരു സ്ത്രീ നേതൃത്വത്തിൽ വന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നതാണ് ജോയ് മാത്യു പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന കൂടി ജോയ് മാത്യുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ ഭരണസമിതിയിൽ തന്നെ ഭിന്നതകളുണ്ട്. അതേസമയം ശ്വേതയും മറ്റുമൊക്കെ നിയമ നടപടികൾക്ക് തയ്യാറെടുക്കുന്നു എന്നും മനസ്സിലാകുന്നു. ജോയ് മാത്യുവിൻ്റെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ഒരു സ്ത്രീ നേതൃത്വത്തിൽ വന്നുകൊണ്ട് കാര്യമില്ല, അത് വെറുതെ പറയുന്നതാണ്. ഒരു സ്ത്രീകൾ വന്നാലൊക്കെ ശരിയാവും എന്നൊക്കെ. അതൊരു പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും അവർ ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ സോൾവ് ആയി മാറാനാണ്. കാരണം ഇത് പടലപ്പിണക്കങ്ങളും പരസ്പരമുള്ള അധികാര വടംവലിയും അധികാര കൊതിയും ഇങ്ങനെയൊക്കെയുള്ളൊരു സംഘമാണ്. അതായത് ഒരു പാനലായിട്ട് ജയിച്ചു വന്നതല്ല. നമ്മളൊരു പാനലായിട്ട് ജയിച്ചു വരുമ്പോൾ നമുക്കൊരു പോളിസി ഉണ്ടാവും. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ. ഇത് ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. ഇൻഡിവിജ്വലായിട്ട് മത്സരിച്ച് വരുമ്പോൾ അവർക്കൊക്കെ സ്വകാര്യ താല്പര്യങ്ങളുണ്ടാവുക. അപ്പോൾ ആ സ്വകാര്യ താല്പര്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടും. അപ്പോഴാണ് പരസ്പര സ്പർദ്ധ വരുന്നു, പോലീസ് കേസിലെത്തുന്നു, മറ്റേയാൾ എന്നെ മോശം പേര് വിളിച്ചെന്ന് പറയുന്നു, അത് കേസാവുന്നു. ഇങ്ങനെ പോലീസ് കേസിലേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഇടവരുത്താത്ത ഒരു നേതൃത്വം വേണ്ടത്. നേതൃത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ എതിർ ശബ്ദത്തെ പോലും കൂടെ നിർത്താൻ സാധിക്കുന്ന ഒരു കഴിവ് വേണം. അതില്ലാത്തതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത്. തുടക്കത്തിലേ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ വ്യത്യസ്തമായ താല്പര്യങ്ങൾ ഉള്ളവരുടെ ഭരണസമിതിയായിരുന്നു. പാനലായി മത്സരിക്കാത്തത് കൊണ്ട് തന്നെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളാണ് അവരെ മുന്നോട്ട് നയിച്ചത്. അതാണ് പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് എത്തിയത് എന്നതാണ് ജോയ് മാത്യു ചൂണ്ടിക്കാട്ടുന്നത്. ഭരണസമിതിയുടെ ഉൾപ്പെട്ടവരെ അവരുടെ അഭിപ്രായങ്ങളൊക്കെയും പരിശോധിച്ചാൽ ആ ഭിന്നത വളരെ പ്രകടമായിരുന്നു. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മൾ ആ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിയമ പോരാട്ടത്തിലേക്ക് ശ്വേതയ്ക്കൊപ്പം ആരൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും കുറേ പേർ രാജി സമർപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ എന്നത് വ്യക്തമാകുന്നു. ശ്വേത രാജി സമർപ്പിക്കാൻ തയ്യാറായിട്ടുമില്ല. എന്തായാലും അമ്മയിലെ തർക്കങ്ങൾ കോടതി കയറുമെന്നത് ഏതാക്കുറെ ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏത് തരത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും, ഇനി മെഗാ താരങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുമോ, പരിഹരിക്കപ്പെടുമോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ അറിയേണ്ടതാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് കോടതി കയറാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം, അതിനുശേഷം മറ്റു വാർത്തകൾ എടുക്കാം. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണ പശ്ചിമേഷ്യയിൽ സമാധാനം ലക്ഷ്യമിട്ട് നടന്ന ചർച്ചകളിൽ പുരോഗതിയുണ്ട്. ഇറാനും അമേരിക്കയും മധ്യസ്ഥർ മുഖാന്തരം ഖത്തറിലെ ദോഹയിൽ നടത്തിയ അന്തിമ സമാധാന കരാർ ചർച്ചയിൽ ക്രിയാത്മകമായ പുരോഗതിയുണ്ടെന്ന് മധ്യസ്ഥ രാഷ്ട്രമായ പാകിസ്ഥാൻ തന്നെ വ്യക്തമാക്കി. ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാകും ഇനിയുള്ള ചർച്ചകൾ നടക്കുക. അതിനിടെ ഇറാൻ വിഷയത്തിൽ ഇസ്രയേലും അമേരിക്കയും തെറ്റിയെന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രജിയെയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിബാഫിനെയും കൊലപ്പെടുത്താനുള്ള ഇസ്രയേൽ പദ്ധതികളെക്കുറിച്ച് അമേരിക്കൻ അധികൃതർ ഇറാന് മുന്നറിയിപ്പ് നൽകിയതായുള്ള റിപ്പോർട്ടുകളാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. ഇസ്രയേലും അമേരിക്കയും ഈ യുദ്ധത്തിന്റെ സംയുക്ത യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ തെറ്റിയെന്നുള്ളതിന്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്ന ഈ വാർത്തകൾ. അപ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്ന് നോക്കിയാൽ, സംയുക്ത യുദ്ധം തുടങ്ങിയ ഇസ്രയേലും അമേരിക്കയും ഉടക്കിപ്പിരിഞ്ഞു എന്നതിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇറാന്റെ കൂടുതൽ നേതാക്കളെ വധിക്കാനുള്ള ഇസ്രയേൽ നീക്കം അമേരിക്ക തന്നെ പൊളിച്ചു. വിവരങ്ങൾ ഇറാന് നൽകി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.
ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രച്ചിയെയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിബാഫിനെയും കൊലപ്പെടുത്താനുള്ള ഇസ്രയേൽ പദ്ധതികളെക്കുറിച്ച് അമേരിക്കൻ അധികൃതർ ഇറാന് മുന്നറിയിപ്പ് നൽകിയതായുള്ള വിവരമാണ്. ഏറ്റവും സുപ്രധാനമായ വിവരമാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ മാസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ടെലിഫോണിൽ വിളിച്ച് അതിരൂക്ഷമായ ഭാഷയിൽ കയർത്തുവെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നതാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ റിപ്പോർട്ട്. ഏപ്രിലിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രച്ചിയെയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിബാഫിനെയും വധിക്കാൻ ഇസ്രയേൽ ലക്ഷ്യമിട്ടു. ഇറാന് ഇത് സംബന്ധിച്ച് US തന്നെ മുന്നറിയിപ്പ് നൽകിയതായി വാഷിംഗ്ടണിൽ നിന്ന് നിരവധി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ 8 നടന്ന ആദ്യ വെടിനിർത്തലിന് ശേഷമുള്ള ആഴ്ചകളിൽ അഗ്രച്ചിയെയും ഖാലിബാഫിനെയും വധിക്കാൻ ഇസ്രയേൽ പദ്ധതിയിടുകയായിരുന്നു. ചില US ഉദ്യോഗസ്ഥർ ഈ കാര്യം വിശ്വസിച്ചിരുന്നതായി റിപ്പോർട്ടിൽ ഉദ്ധരിച്ച ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. US-ഉമായുള്ള ആണവ ചർച്ചകളിൽ പങ്കെടുക്കുന്ന 2 ഇറാനിയൻ നേതാക്കളെയും ഇസ്രയേൽ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു വിവരം. US വൈസ് പ്രസിഡന്റ് JD വാൻസുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഏപ്രിൽ 12-ന് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നിന്ന് ടെഹ്റാനിലേക്ക് മടങ്ങുമ്പോൾ ഇറാൻ സ്പീക്കർ ഖാലിബാഫിനെ വധിക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടുവെന്നാണ് US ഉദ്യോഗസ്ഥർ പറയുന്നത്. 2 ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ഇറാഖ് വഴി ഇറാനിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായും തിരികെ പറക്കുമ്പോൾ ഖാലിബാഫിന്റെ വിമാനം ലക്ഷ്യം വെക്കാൻ പദ്ധതിയിടുന്നതായും അമേരിക്കൻ അധികൃതർ ഇറാനെ അറിയിച്ചുവെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തുടർന്ന് ഖാലിബാഫ് ടെഹ്റാനിലേക്കുള്ള പതിവ് വഴി ഉപേക്ഷിച്ച് വടക്കൻ പ്രവിശ്യയിലെ മഷാദിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനെതിരെ സംയുക്ത ആക്രമണം ആരംഭിച്ച സഖ്യത്തിൽ കടുത്ത അതൃപ്തി നേരത്തെ തന്നെ ഉടലെടുത്തിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവന്ന റിപ്പോർട്ട്. സമാധാന കരാർ ചർച്ചകളിലും ഇസ്രയേലിനെ പങ്കെടുപ്പിക്കാൻ അമേരിക്ക പിന്നീട് തയ്യാറായിരുന്നില്ല. ഇസ്രയേലും യുദ്ധത്തിൽ പങ്കാളിയാണെങ്കിലും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് അമേരിക്കയും ഇറാനും മാത്രമാണ്. നെതന്യാഹു പരസ്യമായി എതിർത്തിട്ടും അമേരിക്ക ധാരണാപത്രവും സമാധാന ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത് വ്യക്തമാക്കുന്നുണ്ട്. സമാധാന ധാരണ ലംഘിച്ച് ലബനനിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനെ അമേരിക്ക അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. ആക്രമണത്തിൽ വളരെയധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ടെലിഫോൺ സംഭാഷണത്തിനിടെ നെതന്യാഹുവിനെ ട്രംപ് ഭ്രാന്തൻ എന്ന് വിളിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു. പിന്നീട് ആ കാര്യങ്ങൾ ട്രംപ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. താനില്ലായിരുന്നുവെങ്കിൽ നെതന്യാഹു ഉണ്ടാകുമായിരുന്നില്ല എന്ന് ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. ഇനി രക്ഷിക്കാനുണ്ടാകില്ല എന്നതിന്റെ സൂചനകളും ട്രംപ് നൽകിയിരുന്നു. അപ്പോൾ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിൽ ഉടലെടുത്ത ഭിന്നതകൾ, അതിന്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തുവരുന്നത്. ഇറാന്റെ കൂടുതൽ നേതാക്കളെ ഇസ്രയേൽ ലക്ഷ്യമിട്ടിരുന്നു. സമാധാന ചർച്ചകളെ തന്നെ ഇല്ലാണ്ടാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ ഘട്ടത്തിൽ അമേരിക്ക ആ വിവരങ്ങളൊക്കെ ഇറാന് ലഭ്യമാക്കിയിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. സമാധാന ചർച്ചകളിൽ നിന്ന് പിന്നീട് ഇസ്രയേലിനെ ഒഴിവാക്കി. ഇപ്പോഴും ധാരണയിൽ അമേരിക്കയും ഇറാനും തമ്മിലാണ് ഉടലെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഉറപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്താൻ ഇറാൻ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ പൂർണ്ണമായും ഈ വിഷയത്തിൽ ഭിന്നത ഉടലെടുത്തിരിക്കുന്നു എന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ടുകൾ. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ നീക്കം മുഖ്യ വിഷയമാക്കിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചർച്ചകൾ. ഹോർമുസിൽ ഇടപെടരുതെന്ന് അമേരിക്കയോട് ഇറാൻ ഈ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. ആസ്തികൾ വേഗം വിട്ടുകിട്ടണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. ജൂൺ 17-ന് ഒപ്പിട്ട ധാരണാപത്രത്തിലെ 14 വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഖത്തർ പാക് പ്രതിനിധികളുമായി ബുധനാഴ്ച വെവ്വേറെ ചർച്ച നടത്തിയെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നു. അതേസമയം ഖമനയുടെ സംസ്കാര ചടങ്ങിന് ശേഷം നേരിട്ടല്ലാതെ ചർച്ചകൾ തുടരാനും ഇരുകൂട്ടരും സമ്മതിച്ചിട്ടുണ്ട്. ടെഹ്റാനിലും ഖോമിലുമായി ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലാണ് ഈ ഖബറടക്ക ചടങ്ങുകൾ നടക്കുന്നത്. അതിന് ശേഷമൊക്കെ ആയിരിക്കും ഈ ചർച്ചകൾ, സമാധാന ചർച്ചകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എപ്പോഴുണ്ടാകും, അല്ലെങ്കിൽ ചർച്ചകൾ എപ്പോൾ പുനരാരംഭിക്കണം എന്ന് സംബന്ധിച്ചൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുക. അപ്പോൾ
നേരിട്ടുള്ള ചർച്ചകൾക്ക് ഉടനൊന്നുമില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ഇനിയുള്ള ചർച്ചകളും മധ്യസ്ഥർ മുഖേനയാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. ദോഹയിൽ നടന്ന ചർച്ചയിൽ ഖത്തറിലുള്ള ഇറാന്റെ ആസ്തികളിൽ $600 കോടി ഉടനടി വിട്ടുകിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളും നടന്നു. തങ്ങളുടെ വിദേശത്തെ മരവിപ്പിച്ച ആസ്തികൾ കിട്ടുക എന്നത് അന്തിമ കരാറിനുള്ള ഇറാന്റെ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അത് സംബന്ധിച്ചുള്ള അവകാശവാദങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലേറെക്കുറെ ഉറപ്പുകൾ ലഭിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. അതേസമയം തന്നെ അവകാശവാദങ്ങളുമായി ട്രംപ് വരുന്നുണ്ട്. യുഎസും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതി എന്നതാണ് അമേരിക്ക അവകാശപ്പെടുന്നത്, ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ശാശ്വതമായ കരാറിലെത്തുന്നതിനായി നടക്കുന്ന ചർച്ചകളിൽ യുഎസ് മുന്നോട്ട് വെച്ച ഏതാണ്ട് എല്ലാ ആവശ്യങ്ങളും ഇറാൻ അംഗീകരിച്ചതായി ട്രംപ് പറയുന്നു. ഇറാൻ സൈനികമായി പൂർണ്ണമായും പരാജയപ്പെട്ട അവസ്ഥയിലാണെന്ന് ട്രംപ് പറയുന്നുണ്ട്. ഇറാന്റെ പക്കൽ ഇനി ചില മിസൈലുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്, അവയും തകർക്കാൻ യുഎസിന് സാധിക്കും എന്ന ഒരു ഭീഷണി കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നേരത്തെ ഇറാൻ ഒരു കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതിന് മറുപടിയായി അമേരിക്ക തുടർച്ചയായ 3 രാത്രികളിൽ ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നു. ആ കാര്യങ്ങൾ ട്രംപ് ഈ അഭിമുഖത്തിൽ സ്ഥിരീകരിക്കുകയാണ്. CNBCക്ക് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇതിന് തൊട്ടു മുൻപും 2 രാത്രികളിൽ യുഎസ് സമാനമായ ആക്രമണം നടത്തിയിരുന്നു. ഗൾഫ് മേഖലയിലെ യുഎസ് നാവികസേനയുടെ വിന്യാസത്തെക്കുറിച്ച് സംസാരിച്ച ട്രംപ് ഇത് കൃത്യമായ ഒരു ഉപരോധമല്ല എന്നും മറിച്ച് ഇറാന്റെ എണ്ണക്കടത്ത് തടയാൻ രൂപീകരിച്ച ഒരു ഉരുക്ക് മതിലാണ് എന്നുമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ നടപടികൾ കാരണമാണ് ഇറാന്റെ പണപ്പെരുപ്പം 300% ഉയർന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ അനുകൂലമായ ഒരു നിലയിലെത്തിയാൽ ഇറാനിലേക്ക് ആവശ്യമായ ചോളം, ഗോതമ്പ്, സോയാബീൻ എന്നിവ പൂർണ്ണമായും വിതരണം ചെയ്യാൻ അമേരിക്കൻ കർഷകരെ അനുവദിക്കും എന്നും ട്രംപ് പറയുന്നു. അതേസമയം വെല്ലുവിളി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ട്. ഹോർമുസിൽ വെല്ലുവിളിക്കുകയാണ് ഇറാൻ. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ മേധാവിത്വം സ്ഥാപിക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പുമായാണ് ഇറാന്റെ IRGC രംഗത്ത് വരുന്നത്. ഹോർമുസ് കടലിടുക്ക് അധിനിവേശക്കാരായ അമേരിക്കയുടെ കളിക്കളമല്ല, അത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമാധികാര പരിധിയിലാണ് എന്നതാണ് IRGC വ്യക്തമാക്കുന്നത്. ഈ പാതയിലൂടെ കടന്നുപോകുന്ന എല്ലാ വാണിജ്യ കപ്പലുകളും സുരക്ഷിത യാത്രയ്ക്കായി ഇറാൻ നിശ്ചയിച്ചിട്ടുള്ള സമുദ്രപാത തന്നെ ഉപയോഗിക്കണമെന്ന് IRGC നിർദ്ദേശിക്കുന്നു. അല്ലാത്തപക്ഷം ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നതാണ് മുന്നറിയിപ്പ്. മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ രക്തത്തിന് പകരം ചോദിക്കുമെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ ഭാഗത്തു നിന്നൊരു ഭീഷണി വരുന്നുണ്ട്. ജെറുസലേം മോചിപ്പിക്കുന്നതിലൂടെയാണ് ഖമനയുടെ രക്തത്തിന് പകരം ചോദിക്കുക എന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറയുന്നത്. യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെട്ടുവെന്നും അതിനുള്ള തെളിവാണ് അമേരിക്ക ഒപ്പിട്ട ധാരണയെന്നും കൂട്ടിച്ചേർക്കുന്നു ഖാലിബാഫ്. ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ അനുവദിക്കില്ല എന്നും ഇറാന്റെ ഈ വക്താവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ സമാധാന ചർച്ചകളിൽ ഒരു തരത്തിൽ ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവകാശവാദങ്ങളുമായി ട്രംപ് ഒരു ഭാഗത്തുണ്ട്, ഇറാൻ മറ്റൊരു ഭാഗത്തുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങളാണ് അംഗീകരിക്കപ്പെടുക എന്നതാണ് പറയുന്നത്. ഹോർമുസിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സന്ദേശം കൂടി നൽകുന്നു. ഒപ്പം ഇസ്രായേലിനെതിരെയുള്ള ഭീഷണി തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവകാശവാദങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധാരണ ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിലുണ്ട് എന്നതാണ് ആശ്വാസം നൽകുന്ന കാര്യം. അതിൽ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഭിന്നത ഉടലെടുത്തിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. അപ്പോൾ ഒരു സമാധാനത്തിൻ്റെ ശ്രമങ്ങൾ അതിന് അമേരിക്ക മുൻകൈ എടുക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ യുദ്ധം തുടങ്ങിവെച്ചത് അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ്. അവിടെ ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ളൊരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതിന് പല വിധത്തിലുള്ള ആഭ്യന്തരമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇടക്കാല തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ആഭ്യന്തരമായ വിഷയങ്ങളുണ്ട്. ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വലിയ സമ്മർദ്ദമുണ്ട്. അതൊക്കെയാകും ട്രംപിനെ അതിന് പ്രേരിപ്പിക്കുന്നത്. എന്തായാലും സമാധാന ചർച്ചകൾ തുടരും എന്നതാണ് ആശ്വാസകരം. അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയ്ക്ക് അന്ത്യയാത്ര നൽകാൻ ഒരുങ്ങുക കൂടിയാണ് ഇറാൻ. ഇറാനിലെയും ഇറാഖിലെയും 5 നഗരങ്ങളിലായി ആസൂത്രണം ചെയ്തിരിക്കുന്ന വൻ ചടങ്ങുകൾക്കായി ഖമനയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ടെഹ്റാനിലെത്തിച്ചു. ശനിയാഴ്ച നടക്കുന്ന വിലാപയാത്രയിൽ വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നാണ് സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാറിന് പിന്നാലെയാണ് ഇറാൻ ഭരണകൂടം ഖമനയുടെ അന്ത്യോപചാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഫെബ്രുവരി 28-ന്
US ഇസ്രയേൽ സംയുക്ത വ്യോമാക്രമണത്തിന്റെ ആദ്യ ദിവസമാണ് ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ ലക്ഷ്യം കണ്ടെന്ന് അമേരിക്കയുടെ സ്ഥിരീകരണം വരുന്നു. പിന്നെയും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇറാൻ ഈ വാർത്തകൾ സ്ഥിരീകരിച്ചത്. ഖമനേയി കൊല്ലപ്പെട്ടിട്ട് 126 ദിവസം പൂർത്തിയാകുമ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. വലിയ പൊതുസംസ്കാര ചടങ്ങുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകളെ തുടർന്നാണ് സംസ്കാരം ഇത്രയും ദിവസം നീട്ടിവെച്ചത്. ഇസ്രയേൽ US ആക്രമണങ്ങളുടെ ഭീഷണിയും ബഹുജന ഒത്തുചേരലുകളിൽ സംഘർഷ സാധ്യതയുമാണ് തീരുമാനം വൈകാൻ പ്രധാന കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ. ഖമനേയി അന്തരിച്ച് 4 മാസങ്ങൾക്ക് ശേഷമാണ് സംസ്കാരം നടക്കുന്നത് എന്നത് ഇസ്ലാമിക ആചാരപ്രകാരം തികച്ചും അസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം താൽക്കാലികമായി ഖബറടക്കിയെന്ന് പലതരത്തിലുള്ള വാർത്തകൾ പരന്നിരുന്നു. മൃതദേഹം മതപരമായ നിയമങ്ങൾക്കനുസൃതമായി ശീതീകരിച്ച അറയിൽ സൂക്ഷിക്കുകയായിരുന്നുവെന്ന് ഇറാൻ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഇസ്ലാം മതവിശ്വാസ പ്രകാരം മൃതദേഹത്തിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള എംബാമിംഗ് അനുവദനീയമല്ലാത്തതിനാലാണ് മൃതദേഹം ഇത്രയും ദിവസം ശീതീകരിച്ച് സൂക്ഷിച്ചത്. സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി ഇറാനിലുടനീളം 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിലാപയാത്രയാണ് നടക്കുക. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളിൽ ധാരണയായ ശേഷമാണ് സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കം നടക്കുന്നത്. സംസ്കാര ചടങ്ങുകൾക്കിടയിലേക്ക് ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണ് പരമോന്നത നേതാവിന്റെ സംസ്കാരം ഇത്രയും നാൾ വൈകാൻ കാരണമായത്. മരണത്തിന് ശേഷം ഖമനേയുടെ ഒരു ചിത്രമോ മറ്റ് വിവരങ്ങളോ ഒന്നും ഇതുവരെ പുറത്തു വന്നിരുന്നില്ല. ഇറാന്റെ ദേശീയ പതാക പുതപ്പിച്ച ഖമനേയുടെ ശവമഞ്ചം ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ പ്രധാന ചടങ്ങുകൾ നടക്കുന്ന ഗ്രാൻഡ് മൊസല്ലയിലേക്ക് കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ ഇറാനിലെ മാധ്യമങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ വൻ ജനക്കൂട്ടവും ചുവന്ന പൂക്കളും വെളുത്ത ശലഭങ്ങളും നിറഞ്ഞ പശ്ചാത്തലത്തിൽ വെച്ചിരിക്കുന്ന ശവമഞ്ചവും മറ്റും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഭൗതിക ശരീരം 3 ദിവസം ഗ്രാൻഡ് മൊസല്ലയിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഖമനേയുടെ ചിത്രങ്ങളും ഉദ്ധരണികളും അടങ്ങിയ ബാനറുകളാൽ അലങ്കൃതമാണ് ഗ്രാൻഡ് മൊസല്ല. ആക്രമണത്തിൽ ഖമനേയ്ക്കൊപ്പം കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ മൃതദേഹങ്ങളും ചടങ്ങിൽ പ്രദർശിപ്പിക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെ രാജ്യത്തെ ഏറ്റവും വലിയ ഔദ്യോഗിക വിലാപയാത്രയായി ഇത് മാറും എന്നതാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. ടെഹ്റാനിലെ ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം ഇറാഖിലെ പുണ്യനഗരങ്ങളായ നജാഫിലേക്കും കർബലയിലേക്കും കൊണ്ടുപോകും. തുടർന്ന് ജൂലൈ 9 വടക്ക് കിഴക്കൻ ഇറാനിലെ അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷാദിലെ ഇമാം റസ തീർത്ഥാടന കേന്ദ്രത്തിൽ ഖബറടക്കും. വലിയ ജനസഞ്ചയത്തെയാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നത്. 1989 മുൻ പരമോന്നത നേതാവ് അയത്തുള്ള റഹുല്ല മുസവി ഖുമൈനിയുടെ സംസ്കാര ചടങ്ങിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അന്ന് ചടങ്ങിനിടെ ആൾക്കൂട്ട നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സംഘർഷ സാഹചര്യം രൂപപ്പെട്ടിരുന്നു. ഇത്തവണ അത്തരം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇറാൻ ഒരുക്കിയിട്ടുള്ളത്. ഇറാനിലെ പതിവ് സംസ്കാര രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയും കാലം ചടങ്ങുകൾ നിർത്തിവെച്ചതും ഇതിനു വേണ്ടിയാണ്. ഇപ്പോഴേ രാഷ്ട്ര നേതാക്കളുടെ ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ പ്രതിനിധികൾ ഇതിനോടകം എത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ സയ്യിദ് അത്ത ഹസൈനും വിദേശകാര്യ സഹമന്ത്രി പബിത്ര മഗ്രറ്റിയും ചടങ്ങിൽ പങ്കെടുക്കും. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിട്ടുള്ളത്. ചൈന, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ മറ്റയൽ രാഷ്ട്രങ്ങളും തങ്ങളുടെ പ്രതിനിധികളെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അയക്കുമെന്ന് അറിയിച്ചിരുന്നു. അപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യം മുജ്തബ ചടങ്ങിന് എത്തുമോ എന്നതാണ്. ചടങ്ങിൽ ഖമനേയുടെ മകനും ഇറാന്റെ നിലവിലെ പരമോന്നത നേതാവുമായ മുജ്തബ ഖമനേയി പങ്കെടുക്കുമോ എന്നതാണ് രാജ്യാന്തര സമൂഹം ഉറ്റുനോക്കുന്നത്. പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം മുജ്തബ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പ്രസ്താവനകളിലൂടെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അഭാവം ആരോഗ്യനിലയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഫെബ്രുവരി 28 ആക്രമണത്തിൽ മുജ്തബയ്ക്കും പരിക്കേറ്റതായി ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതോടെ സംസ്കാര ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്ന ചോദ്യം ശക്തമായി. എന്നാൽ സുരക്ഷ കണക്കിലെടുത്ത് നിലവിലെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ചടങ്ങിൽ എത്തിയേക്കില്ല എന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ചിലപ്പോൾ അപ്രതീക്ഷിത നീക്കങ്ങളും പ്രതീക്ഷിക്കാം. ലോകമെമ്പാടുമുള്ള ഷിയ വിശ്വാസികൾക്ക് മേൽ
വലിയ സ്വാധീനമുള്ള നേതാവിന്റെ വിയോഗം ഇറാൻ ഭരണകൂടം ഒരു ജനകീയ ഹിതപരിശോധനയായിട്ടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകളിലും വിലാപയാത്രകളിലും പങ്കെടുക്കണമെന്നാണ് ഇറാനിലെ നേതാക്കൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇറാനിലെ എല്ലാ ജനങ്ങളോടും നിങ്ങളുടെ സാന്നിധ്യത്തിലൂടെ ഇസ്ലാമിക് ഇറാന്റെ ചരിത്രത്തിൽ ഒരു മഹത്തായ താളെഴുതാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് പറഞ്ഞത്. രാഷ്ട്രത്തിന്റെ പ്രതികാരത്തിനായുള്ള വിളി ലോകമെമ്പാടും മുഴങ്ങണമെന്നും ഖാലിബാഫ് ആഹ്വാനം ചെയ്തു. ജനങ്ങളുടെ വലിയ സാന്നിധ്യം ഭീകരതയുടെയും അക്രമത്തിന്റെയും ഭീഷണിയുടെയും യുക്തിക്കുള്ള ശക്തമായ മറുപടിയായിരിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും വ്യാഴാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇറാൻ ജനത അവരുടെ സ്വാതന്ത്ര്യവും അന്തസ്സും സംരക്ഷിക്കുന്നതിൽ ഐക്യത്തോടെ നിലകൊള്ളുന്നു എന്ന വ്യക്തമായ സന്ദേശമായിരിക്കും ഇത് ലോകത്തിന് നൽകുകയെന്നും പെഷസ്കിയാൻ പറഞ്ഞു. ജനങ്ങൾ ആ രീതിയിൽ തന്നെ അതിനോട് പ്രതികരിക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. വലിയ നഷ്ടമുണ്ടായെങ്കിലും ഇറാന്റെ ചെറുത്തുനിൽപ്പാണ് യഥാർത്ഥത്തിൽ നമ്മൾ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ കണ്ടത്. അവിടെ നാളത്തെ വിലാപയാത്ര ലോകത്തിനുള്ള സന്ദേശവും ഇറാന്റെ ഐക്യവും പ്രകടമാക്കുന്നതാക്കാനുമാണ് ഇറാന്റെ നീക്കം. വിലാപയാത്രയുടെ ചിഹ്നം അയത്തുള്ള അലി ഖമനയുടെ അടച്ചുപിടിച്ച മുഷ്ടിയും അതിനൊപ്പം നാം ഉണരണം എന്ന മുദ്രാവാക്യവുമാണ്. ഇറാൻ വിപ്ലവത്തിന്റെ പിതാവായി കണക്കാക്കുന്ന അയത്തുള്ള റുഹുള്ള ഖമനയുടെ വിലാപയാത്രയാണ് ഇതുവരെ നടന്നതിലെ വലിയ ചടങ്ങ്. യുദ്ധത്തിന്റെ പിരിമുറുക്കത്തിലും ഭരണകൂടത്തോടുള്ള വിയോജിപ്പിലും ജനങ്ങൾ എങ്ങനെ ഈ വിലാപയാത്രയോട് പ്രതികരിക്കുന്നു എന്നതിന്റെ പരിശോധന കൂടിയാണ് ഈ ചടങ്ങിലൂടെ നടക്കാൻ പോകുന്നത്. എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കും എന്ന് കരുതിയ ദിവസമാണ് ഇന്ന്. മലയാളത്തിൽ നിന്ന് ഭ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, കിഷ്കിന്ദ കാണ്ഡം തുടങ്ങിയ ചിത്രങ്ങൾ അവാർഡിനായുള്ള പ്രധാന മത്സരത്തിലുണ്ട്. മികച്ച നടനുള്ള പട്ടികയിൽ മലയാളത്തിൽ നിന്ന് മമ്മൂട്ടി പരിഗണിക്കപ്പെടുന്നുണ്ട്. സായി പല്ലവി, ആലിയ ഭട്ട് എന്നിവരെ ഉൾപ്പെടെയുള്ള മികച്ച നടിമാരുടെ പട്ടികയിലും ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്. സംവിധായകൻ ജയരാജാണ് 11-അംഗ ജൂറിയുടെ ചെയർമാൻ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടെ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഉണ്ടായില്ല. ഉടൻ തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഹരികൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹരി, ഇന്ന് എല്ലാ തയ്യാറെടുപ്പുകളോടും നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. മലയാളത്തിൻ്റെ മഹാനടൻ മികച്ച നടനാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വലിയ ആകാംക്ഷയും എല്ലാവരിലും ഉണ്ടായിരുന്നു. പക്ഷേ പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല. ഇന്ന് ഈ പ്രഖ്യാപനം ഇനി എന്നത്തേക്ക് മാറ്റിവെച്ചു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടോ? എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത്? രേണുക, പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ PIBയിൽ നിന്ന് അൺഒഫീഷ്യലി കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇത് നല്ല എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ജൂലൈ അവസാനത്തേക്കോ അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യവാരത്തിലേക്കോ ഒക്കെ മാറ്റാനുള്ള സാധ്യതയിലേക്കാണ് കാണുന്നത്. പക്ഷേ ഇന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ദിവസവും കൂടിയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടി 4ാമത് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെടുമോ എന്നുള്ള ചോദ്യമായിരുന്നു മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിരുന്നത്. പക്ഷേ അങ്ങനെ മാത്രമായിരുന്നില്ല. നമ്മൾ 2024 പരിശോധിക്കുമ്പോഴേക്കും ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബിഗ് ബഡ്ജറ്റുകൾ മാത്രമല്ല, നല്ല ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ള സിനിമകൾ കൂടി സെൻസർ ചെയ്ത വർഷവും കൂടിയാണ് 2024. അതിപ്പോൾ മലയാളത്തിൽ മാത്രമല്ല തമിഴ്, തെലുങ്ക്, കന്നഡ, മറ്റ് റീജിയണൽ ഭാഷകൾ, ഹിന്ദി ഉൾപ്പെടെ ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടുകയും പ്രേക്ഷക പ്രീതി നേടുകയും അതോടൊപ്പം തന്നെ ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ള സിനിമകൾ കൂടി വന്ന വർഷവും കൂടിയാണ് 2024. 2024 സിനിമകളാണ് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ പരിഗണിക്കുക. എന്തായാലും മമ്മൂട്ടി മികച്ച നടനാകുമോ എന്ന ചോദ്യത്തിനോട് ഉൾപ്പെടെ തന്നെ നല്ല ഗംഭീരമായ കോമ്പറ്റീഷൻ കൂടി മമ്മൂട്ടിക്ക് ഒപ്പം തന്നെ ഉണ്ടെന്ന് പറയേണ്ടി വരും. തമിഴിൽ നിന്ന് വിക്രം തങ്കലാൻ എന്ന സിനിമയിലൂടെ തന്നെ ഉണ്ട്. ദിൽജിത്ത് ദുസാങ് ഉണ്ട്. ഹിന്ദിയിൽ നിന്നാണ് ഇംതിയാസ് അലിയുടെ ചിത്രത്തിനാണ് ദിൽജിത്ത് ദുസാങ്ങിന് ഒരു പക്ഷേ അമർ സിംഗ് ചംകീല എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അതിലെ പ്രകടനം വല്ലാതെ വാഴ്ത്തിയിരുന്നതാണ് ആ സമയത്ത്. മെക്സിക്കോയിൽ ഉൾപ്പെടെയുള്ള രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് നേടിയ സിനിമയും കൂടിയാണ് അമർ സിംഗ് ചംകീല. അപ്പോൾ തന്നെ അതിൻ്റെ സംവിധായകൻ ഇംതിയാസ് അലി പറഞ്ഞത് നാഷണൽ അവാർഡിന് വേണ്ടിയിട്ട് ഉറ്റുനോക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമർ സിംഗ് ചംകീല ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് പരിനീതി ചോപ്രയും അതിൽ നായികയായിരുന്നു. മികച്ച നടിക്കായിട്ട് പരിനീതി ചോപ്രയും രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ സായി പല്ലവി അമരൻ എന്ന ചിത്രത്തിലൂടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കണ്ടന്റേഴ്സ് ഉണ്ടായിരുന്നു. കാരണം അത്രമാത്രം ഒരു ഗംഭീര കോൺടെസ്റ്റും മത്സരവുമായിരുന്നു. ഒരു പക്ഷേ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനൊരു തിരശ്ശീല വീഴാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല. ഒരു 3 മണിക്ക് പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് കരുതി, പിന്നെ 4 പിന്നെ 5 മണിയായി. പിന്നീടാണ് ഏകദേശം ഒരു 4:30 ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. എന്തായാലും ഇന്ന് ഉണ്ടാകില്ല എന്നത് സംബന്ധിച്ച്. പക്ഷേ ഇന്ത്യൻ ഫിലിം ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ആവേശമുണ്ടാക്കുകയും സോഷ്യൽ മീഡിയയിലും മറ്റ് എക്സ് ഹാൻഡിലും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും ഒക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു ദിവസവും കൂടിയായിരുന്നു ഇന്ന്. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി മികച്ച നടനാകുമോ എന്നൊരു ചോദ്യം ആണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെയാണ്
മികച്ച സിനിമയെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മയുഗവും മഞ്ഞുമൽ ബോയ്സും ഒക്കെയുള്ള സിനിമകളൊക്കെ തന്നെ മികച്ച സിനിമകളുടെ കണ്ടന്റേഴ്സായിട്ട് നിൽപ്പുണ്ട്. തമിഴിൽ നിന്നും അമരനും മഹാരാജയും ഉൾപ്പെടെയുള്ള സിനിമകളുണ്ട്. തെലുങ്കിൽ നിന്ന് കൽക്കി 2898 AD എന്നുള്ള സിനിമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിൽക്കുന്നത്. പ്രത്യേകിച്ച് VFXലും സിനിമാറ്റോഗ്രാഫിയിലും ഒക്കെ തന്നെ ഒരുപാട് അവാർഡുകൾ ടെക്നിക്കൽ സൈഡിൽ നിന്നും വാങ്ങിയെടുക്കാൻ കൽക്കി 2898 ADക്ക് സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതും ചർച്ചകളാണ്. ഇതൊക്കെ അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ മാത്രമായിട്ടാണ് നടക്കുന്നത്. ഹിന്ദിയിൽ പറയുമ്പോഴേക്കും ആലിയ ഭട്ടിൻ്റെ കാര്യം എടുത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുകയാണ്. ജിഗ്ര എന്ന സിനിമയിലൂടെ ആലിയ ഭട്ടിൻ്റെ പെർഫോമൻസ് അപ്പം മുതൽ തന്നെ ഭയങ്കരമായിട്ട് അക്ലെയിംഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സായി പല്ലവിക്ക് ഒരു കിടിലം കോമ്പറ്റീഷനായിട്ട് തന്നെ പരിണീതി ചോപ്രയ്ക്കൊപ്പം തന്നെ ആലിയ ഭട്ടും നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുകൾ ഒരുപാട് സംശയങ്ങൾ ഒക്കെ ഇന്ന് അവസാനം ഉണ്ടാകുമെന്ന് കരുതിയെടുത്താണ്. ഇന്നുണ്ടാകുന്നില്ല, മറിച്ച് അത് എന്നത്തേക്കാകുമെന്ന് ചോദ്യം വരുമ്പോൾ അത് ഒന്നുകിൽ ജൂലൈ അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യവാരം എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്. അതും ഒഫീഷ്യൽ അല്ല, വീണ്ടും ആവർത്തിക്കുന്നത്, അത് ഒഫീഷ്യൽ അല്ല. എപ്പോൾ വേണമെങ്കിലും ഇത് മാറിയും മറിഞ്ഞും വരാം. ജയരാജാണ് എന്തായാലും ചെയർമാനായിട്ട് നിൽക്കുന്നത്. 2012 അദ്ദേഹം പ്രിസൈഡ് ചെയ്തിരുന്നു. ഇപ്പോൾ 2024 അദ്ദേഹം 24 സിനിമകൾക്കും വേണ്ടിയിട്ടും അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ പ്രിസൈഡ് ചെയ്യുന്നത്. പക്ഷേ ഔദ്യോഗികമായിട്ടൊരു കൃത്യം കിട്ടുന്നില്ല. എന്തായാലും ഇന്ന് ഉണ്ടാകില്ല എന്നത് മാത്രമാണ് നമുക്ക് ഔദ്യോഗികമായി പങ്കുവയ്ക്കാൻ കഴിയും. അപ്പോൾ എല്ലാ പ്രേക്ഷകരും പ്രതീക്ഷിച്ചിരുന്നതാണ് ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന്. ആ ആകാംക്ഷ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മളത് അതിൻ്റെ വിശദാംശങ്ങൾ ഫോക്കസ് വാർത്തയായി എടുക്കുന്നത്. പക്ഷേ ഇന്നുണ്ടാകില്ല, അല്പം നീണ്ടുപോകുമെന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നു എന്നതാണ് ഹരി സൂചിപ്പിക്കുന്നത്. എന്തായാലും മലയാളത്തെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാനേറെയുണ്ട്. മഹാനടൻ മമ്മൂട്ടി തന്നെ മികച്ച സിനിമയുടെ ആയാലും ഒപ്പം തന്നെ മികച്ച നടനായിട്ടും ഒക്കെയുള്ള മത്സരത്തിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷകളേറെയാണ്. എന്തായാലും കാത്തിരിക്കാം അതിനായി. നമ്മൾ മറ്റ് ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോവുകയാണ്. പാറശാല പ്ലാമുട്ടുകട കാക്കരയ്ക്ക് സമീപം സ്കൂൾ വാൻ കനാലിലേക്ക് മറിഞ്ഞ് 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ചെങ്കലിൽ പ്രവർത്തിക്കുന്ന ന്യൂ ജ്യോതി പബ്ലിക് സ്കൂളിന്റെ വാനാണ് അപകടത്തിൽപ്പെട്ടത്. കനാൽ റോഡിൽ സഞ്ചരിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് ഈ വാൻ മറിയുകയായിരുന്നു. അപ്പോൾ അരുൺ മോഹൻ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, എന്താണ് സംഭവിച്ചത്? ചെറിയൊരു വഴിയാണ്, അമിത വേഗത്തിൽ വന്നതാണോ ഈ അപകടമുണ്ടാകാനുള്ള കാരണം? 3 കുട്ടികൾക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമുണ്ട്. എന്താണ് അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്ന് വൈകിട്ടായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ പറയുന്ന ദുതിയംകുളങ്ങരയ്ക്ക് സമീപത്ത് ചെങ്കൽ പ്രവർത്തിക്കുന്ന ന്യൂ ജ്യോതി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളുമായി വന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ പറയുന്നത് പോലെ പ്ലാമൂട്ടുകട കാക്കരവിളയ്ക്ക് സമീപത്തെ ഒരു കനാൽ ബണ്ടിൽ വെച്ചായിരുന്നു അപകടം. ആ കനാൽ ബണ്ടിൽ നിന്ന് ഈ വാഹനം കനാലിലേക്ക് മറിയുകയായിരുന്നു. ഈ വാഹനത്തിൽ 9 കുട്ടികളും ആയയും ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 4 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ കനാലിന്റെ വശം മണ്ണിടിഞ്ഞ് ഒരു അപകടാവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. ഇവിടെയായിരുന്നു ഈ വണ്ടി നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിയുന്നത്. ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നതനുസരിച്ച് 5 വർഷത്തിനിടയിൽ 9 വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. മുമ്പ് 3 സ്കൂൾ ബസ്സുകൾ ഇതേ സ്ഥലത്ത് അപകടപ്പെട്ടിരുന്നു. വീതിക്കുറവാണ് പ്രധാനമായ പ്രശ്നമായി ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ ഈ ബണ്ട് റോഡ് ചെത്തി മിനുക്കുന്നതിനൊപ്പം മണ്ണും നഷ്ടപ്പെടുന്നതിനോടൊപ്പം ഈ പറയുന്ന വീതി കുറഞ്ഞു പോകുന്നത് അപകടത്തിന് കാരണമാകുന്നു എന്നതാണ് നാട്ടുകാരുടെ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണം. എന്തായാലും പരിക്കേറ്റ വിദ്യാർത്ഥികളെയും എല്ലാവരെയും തന്നെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കി 9ാം ക്ലാസ്സുകാരനായ അർച്ചിത, 6ാം ക്ലാസ്സുകാരി ആരോൺ ഷിബു, 2ാം ക്ലാസ്സുകാരൻ ഇവാൻ ഷിബു, നന്ദകിഷോർ, 5ാം ക്ലാസ്സുകാരനായ നന്ദകിഷോർ എന്നിവർക്കാണ് കാര്യമായ പരിക്കുകൾ പറ്റിയത്. മറ്റുള്ളവർക്ക് പരിക്ക് അത്ര ഗൗരവമുള്ളതല്ല. എന്തായാലും വിദ്യാർത്ഥികളും എല്ലാവരെയും തന്നെ ഇപ്പോൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. ജനുക. ശരി, അരുൺമോഹനാണ് വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. അത് ചെറിയ വഴിയാണ്, ഒപ്പം താഴ്ചയുള്ള സ്ഥലമുണ്ട്. അവിടെ കൈവരികൾ ഇല്ലാത്തതും പ്രശ്നമാണ്. അങ്ങനെ നിരവധി പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ട് ഈ അപകടത്തിലേക്ക് നയിച്ചതിൽ. എന്തായാലും 3 കുട്ടികൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ദുഃഖകരമായ വാർത്തയാണ്. മറ്റു ചില വാർത്തകൾ വേഗത്തിൽ കാണാം. ഓപ്പറേഷൻ തൂഫാൻ വിപുലമാക്കാൻ പ്രത്യേക ദൌത്യ സംഘം രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി മാഫിയയുടെ അടിവേരറുത്തിട്ടേ നിർത്തൂ. ലഹരിയുടെ തലസ്ഥാനമെന്നും പെരുമ്പാവൂരിന്റെ കുപ്രസിദ്ധി മാറണമെന്നും തൂഫാൻ ജാഗരൺ റാലിയിൽ രമേശ് ചെന്നിത്തല.
തൂഫാൻ ജാഗരൺ റാലിയിൽ ജനപ്രതിനിധികളും BJPയും അടക്കം പ്രമുഖർ പങ്കെടുത്തു. വീര്യം കുറഞ്ഞ മദ്യത്തിൽ തീരുമാനം പുതുക്കിയ മദ്യനയത്തിന് ശേഷം മാത്രമെന്ന് എക്സൈസ് മന്ത്രി M. ലിജു. മദ്യം വിൽക്കണമെങ്കിൽ എക്സൈസിന്റെ അനുമതി ആവശ്യം. മദ്യം വാങ്ങാൻ 23 വയസ്സെന്ന പ്രായപരിധി പാലിക്കപ്പെടണമെന്നും അതിനുള്ള നിർദ്ദേശങ്ങൾ പരിഗണനയിലെന്നും മന്ത്രി. വീര്യം കുറഞ്ഞതും കൂടിയതുമായ മദ്യം വിൽക്കരുതെന്ന് തന്നെയാണ് ലീഗ് നിലപാടെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. UDF-ൽ ചർച്ച ചെയ്തേ മദ്യനയത്തിൽ തീരുമാനമെടുക്കൂ. PM ശ്രീയിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചു തന്നെയാകും മുന്നോട്ട് പോവുക. ശേഷാദ്രിനാഥന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് നോക്കട്ടെയെന്നും ഇപ്പോൾ തന്നെ മുൻവിധിയോടെ കാണേണ്ടതില്ലെന്നും സാദിഖ് അലി തങ്ങൾ. സർക്കാർ മേഖലയിൽ ഒഴിവുകൾ അടിയന്തരമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ സർക്കാർ നിർദ്ദേശം. മന്ത്രിസഭായോഗ തീരുമാനപ്രകാരമാണ് ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിലെ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിൽ ഹൈക്കോടതിക്കെതിരെ സർക്കാർ. ഹൈക്കോടതി സർക്കാരിന്റെ അധികാര പരിധിയിൽ കടന്നുകയറിയെന്നാണ് വിമർശനം. കോടതിയുടെ ഉത്തരവ് അനുസരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിലാണ് സർക്കാരിന്റെ പരാമർശം. പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് DIG. പൊതുതാൽപര്യ ഹർജി തള്ളണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. ഇന്റലിജൻസ് വീഴ്ചയുണ്ടെന്ന ആരോപണം ശരിയല്ലെന്നും സർക്കാർ ഹൈക്കോടതിയിൽ. ആക്രമണക്കേസിൽ ഇതുവരെ 25 പ്രതികളെ തിരിച്ചറിഞ്ഞ് അറസ്റ്റ് ചെയ്തു. 44 സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും മാധ്യമ ദൃശ്യങ്ങളും ശേഖരിച്ചെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. K. സുധാകരൻ പങ്കെടുത്ത ഗുണ്ടാ യോഗത്തിൽ വിശദീകരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. സുധാകരൻ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കുമെന്ന് കരുതുന്നില്ല. ആരോ അദ്ദേഹത്തെ പോയി കണ്ടതാണെന്ന് മന്ത്രി. തൂഫാനുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ആണോ നടന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും സണ്ണി ജോസഫ്. AI ടെക്നോളജി ഇന്നൊവേഷനെ പ്രോത്സാഹിപ്പിക്കുക എന്നത് സർക്കാരിന്റെ നയമാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ടെക്നോളജി മാറുമ്പോൾ കൂടെ ഓടിയില്ലെങ്കിൽ പിന്തള്ളപ്പെടും. എല്ലാ മേഖലയിലും AI വന്നു തുടങ്ങി. ഇന്ത്യയിലെ ആദ്യത്തെ AI ഇനിഷ്യേറ്റീവ് വന്നത് കേരളത്തിൽ നിന്നാണെന്നും കുഞ്ഞാലിക്കുട്ടി. ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള നടിയുടെ പരാതിയിലെടുത്ത കേസിലെ തുടർ നടപടികൾക്ക് സ്റ്റേ. വിചാരണ കോടതിയിലെ നടപടികളാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. പ്രശ്നം ഒത്തുതീർപ്പായെന്ന് നടി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഈ സത്യവാങ്മൂലം പരിഗണിച്ചാണ് നടപടി. കക്കൂസ് മാലിന്യം കലർന്ന മലിനജലം ഉപയോഗിച്ചുള്ള ആലപ്പുഴ ബീച്ചിലെ വിവാദ കാർണിവലിൽ നഗരസഭ അന്വേഷണം തുടങ്ങി. കാർണിവൽ നടത്തിപ്പിന് അനുമതി നൽകിയ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരം തേടിയുള്ള വൈസ് ചെയർമാന്റെ കത്ത് ന്യൂസ് 18 ലഭിച്ചു. നിയമാനുസൃതമല്ലാതെ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് വൈസ് ചെയർമാൻ ജോസ് ചെല്ലപ്പന്റെ കത്തിൽ ആവശ്യപ്പെടുന്നു. കൊല്ലത്ത് വൻ ലഹരിമരുന്ന് വേട്ട. ആയത്തിൽ 2-ാം നമ്പർ ജംഗ്ഷന് സമീപത്തെ വീട്ടിൽ നിന്ന് 22.48 ഗ്രാം MDMA പിടികൂടി. നബീൻ എന്നയാളുടെ വീട്ടിൽ നിന്നാണ് സിറ്റി ഡാൻസ് ഓഫ് MDMA പിടികൂടിയത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന മോഷണത്തിലും സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളിലും മൗനം വെടിഞ്ഞ RSS. അയോധ്യ സംഭവം കോടിക്കണക്കിന് ഭക്തരുടെ വികാരം ആഴത്തിൽ വ്രണപ്പെടുത്തി. കടുത്ത വേദനയും അമർഷവും ഉണ്ടെന്ന് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളെ. അപ്പോൾ വൈകുന്നേരം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.